ടെറർ ഓഫ് ദ ഡീമൺസ്, പിശാചുക്കളുടെ പേടി സ്വപ്നം, ജോസഫിൻ്റെ മറ്റൊരു പേരാണ്. ഓർക്കണേ, യൗസേപ്പ് പിതാവ് നമ്മിൽ ഭൂരിഭാഗം ആളുകളെ പോലെ ഒരു അൽമായനും അപ്പനും ഭർത്താവും ഒക്കെ ആയിരുന്നു. മാർപ്പാപ്പയോ മെത്രാനോ അച്ഛനോ സന്യാസിയോ ഒന്നും ആയിരുന്നില്ല. എന്നിട്ടും യൗസേപ്പ് പിതാവിൻ്റെ പേര് കേട്ടാൽ പിശാചുക്കൾ പേടിച്ചോടും. അത്രയ്ക്ക് അധികാരമുണ്ട് ആ പേരിനും യൗസേപ്പ് പിതാവിനും. എന്താ അതിൻ്റെ കാരണം? വിശുദ്ധര് പറയും, അതിൻ്റെ കാരണം യൗസേപ്പ് പിതാവിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന സ്നേഹമാണ്. യൗസേപ്പ് പിതാവിൻ്റെ സ്നേഹനിർഭരമായ പിതൃത്വമാണ്. വാഴ്ത്തപ്പെട്ട ബർത്തോലോ ലോങ്കോ ഒരു കാലത്ത് സാത്താൻ ആരാധകനും സൈറ്റനിക് പ്രീസ്റ്റുമൊക്കെ ആയിരുന്ന വാഴ്ത്തപ്പെട്ട ബർത്തോലോ ലോങ്കോ ഇങ്ങനെ പറയും: പിശാചുക്കളെ ഭയപ്പെടുത്തുകയും ഓടിച്ചു കളയുകയും ചെയ്യുന്ന വിശുദ്ധൻ്റെ നാമത്തിൻ്റെ സംരക്ഷണയിൽ നമ്മൾ ആയിരിക്കണം. അദ്ദേഹം ഇങ്ങനെ തുടർന്ന് പറയുന്നുണ്ട്: ഈശോ, മറിയം, യൗസേപ്പെ എന്ന പേരുകൾ വിശ്വാസത്തോടെ എപ്പോഴും ഉച്ചരിക്കണം. ഈ പേരുകൾ സമാധാനം, സ്നേഹം, ആരോഗ്യം, സൗഭാഗ്യം, സന്തോഷം എന്നിവയൊക്കെ നമുക്ക് നൽകും. അവരുടെ വിശുദ്ധമായ നാമങ്ങൾ മാലാഖമാർക്കും മനുഷ്യർക്കും അനുഗ്രഹമാണ്, പിശാചുക്കൾക്ക് പേടിയാണ്. ക്രിസ്ത്യാനിയുടെ ഹൃദയങ്ങളിലും അധരങ്ങളിലും എല്ലായ്പ്പോഴും ഈശോ, മറിയം, യൗസേപ്പെ എന്ന പേരുകൾ ഉണ്ടായിരിക്കണം. നമ്മുടെ കുട്ടികളുടെ അധരങ്ങളിൽ ഇക്കാലത്തൊക്കെ മോശമായ ചില ഇംഗ്ലീഷ് വാക്കുകൾ സുഹൃതജപം പോലെ ഉണ്ടായി വരുന്നത് കണ്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഈ വിശുദ്ധമായ പേരുകൾ, ഈ സുഹൃതജപം പഠിപ്പിക്കാൻ പറ്റണം. ഈശോ, മറിയം, യൗസേപ്പെ, ജീസസ്, മേരി, ജോസഫ്. ഒന്ന് വീഴാൻ തുടങ്ങുമ്പോൾ, ഒരു അപകടത്തിൽ പെടുമ്പോൾ, ദേഷ്യം വരാൻ പോകുന്നു എന്നറിയുമ്പോൾ, മടുക്കുമ്പോൾ, വേദനിക്കുമ്പോൾ നമ്മൾ പറയണം ഈശോ, മറിയം, യൗസേപ്പെ. സുഹൃതജപത്തിൻ്റെ ഭംഗിയും ശക്തിയുമൊക്കെ നമുക്ക് അറിയില്ലാഞ്ഞിട്ടാണ്. പിശാചുക്കളെ ഓടിച്ചുവിടുന്ന ഈ സുഹൃതജപം ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാം. സംസാരത്തിൽ ഇടയ്ക്കിടെ ഉണ്ടാവട്ടെ: ഈശോ, മറിയം, യൗസേപ്പെ.